അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാട്ടോ. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് വന്നപ്പം ഇപ്പം ഭയങ്കര മഴയാണല്ലോ. അപ്പോൾ രാവിലെ തന്നെ ഇവിടെയും ഭയങ്കര മഴയാട്ടോ. ഈ മഴ കൊണ്ടൊരു രക്ഷയില്ല, എന്നും രാവിലെ മഴ തന്നെ മഴ. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ഫുഡ് എന്ന് പറയുന്നത് ഇതൊക്കെ ആട്ടോ. ദോശ, സാമ്പാർ, അതുപോലെ ലിവർ, ഇതൊക്കെ ആട്ടോ രാവിലത്തെ ഫുഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിച്ചതിന് ശേഷം ഇത് കണ്ടോ, ഇത് അമ്മ ഉണ്ടാക്കിയ ഒരു ഡെസേർട്ട് ആട്ടോ. നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ അബിക്ക് മധുരം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മധുരം ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ അത് രാവിലെ തന്നെ അമ്മ എടുത്ത് കൊടുത്ത് അത് കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ. പിന്നെ ഇതെന്ന് പറയുന്ന ഒരു ഫേസ് പാക്ക് ആട്ടോ അമ്മ ഉണ്ടാക്കിയത്. അപ്പോൾ ഞാനത് ഓരോരോ ചെറിയ ചെറിയ ടിന്നിലാക്കാൻ വേണ്ടി അമ്മ എനിക്ക് കൊണ്ടു തന്നാട്ടോ. അപ്പോൾ ഇന്നെന്ന് വെച്ചാൽ അച്ഛനും അമ്മയും കുറച്ച് ബിസി ആട്ടോ, കാരണം അവർക്ക് ഇന്നൊരു എൻഗേജ്മെന്റ് ഉണ്ട്. അപ്പോൾ അവർ രാവിലെ തന്നെ അങ്ങോട്ടേക്ക് പോകാട്ടോ രണ്ടുപേരും. അപ്പം അവർ ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എൻഗേജ്മെന്റിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ വെറുതെ ഇരിക്കേണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞങ്ങൾക്കൊരു റീൽ ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് സെറ്റ് ചെയ്തെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ വെളിയിൽ ഒരു ഡേ ഔട്ടിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞ് നിങ്ങൾ പുറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് ഒന്ന് ചില്ല് ചെയ്തിട്ട് വാ, ഞങ്ങൾ എൻഗേജ്മെന്റിന് പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ പത്തനംതിട്ട പാറയിൽ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ബിരിയാണി വാങ്ങിച്ച് കഴിച്ചിട്ടോ. എന്നിട്ട് അവിടുന്ന് നേരെ ഞങ്ങൾ ട്രിനിറ്റിയിലെ സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന വ്യസന സമേതം ബന്ധുമിത്രാദികൾ പറഞ്ഞ അനശ്വരയുടെ ഫിലിമാട്ടോ കാണാൻ പോയത്. ഒരു നല്ല കോമഡി ഫിലിമാട്ടോ. അപ്പോൾ അതും കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് വൈകിട്ട് ചായയും കടിയൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം നമ്മുടെ പ്ലാവിൽ ചക്കയൊക്കെ കുറച്ച് പഴുത്തതും അതുപോലെ തന്നെ വിളഞ്ഞതുപോലെ ചക്ക കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാം കൂടെ വൈകിട്ട് പോയിട്ട് അത് ചക്കയൊക്കെ പറിച്ച് ഇട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇത് നല്ല പഴുത്ത ചക്ക കേട്ടോ, നല്ല ടേസ്റ്റുള്ള ചക്ക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ.